ഇപ്പൊ ഇങ്ങനെ കുറച്ച് റീലുകളൊക്കെ സഫം കണ്ടുവിടാം. ഒരു ബുൽബുലി എന്ന് തുടർന്ന ഒരു പാട്ടുള്ള അറബിയിൽ അതിന്റെ ഒരു യാഥാസ്ഥികത എന്താ? ഒരു 1200 വർഷങ്ങൾക്ക് മുന്നേക്ക് ഇറങ്ങിയതാന്നൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഞാൻ കണ്ട്. അതിന്റെ ഒരു യാഥാസ്ഥികത എന്താണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഈ നോമ്പ് അടിപ്പിച്ചുകൊണ്ട് ഒരുപാട് റീലുകൾ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്. അധികം ഇപ്പോ ഇവിടെ ഒരു റീലുകളൊക്കെ നമ്മൾ കാണുന്നത് തൊപ്തവി അതാണിപ്പോ മോസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റീല്. സത്യത്തിൽ അതിലൊരു ചരിത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അബ്ബാസി കാലഘട്ടത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ പേര് മൻസൂർ എന്നായിരുന്നു രാജാവിന്റെ. അതെ, ആ രാജാവിന്റെ കോളേജുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രാജാവിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കുസൃതിണ്ടായി. എന്താ വെച്ചാൽ ഈ കവികളൊക്കെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തും. അതിന് വിളിച്ചു വരുത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവരും കൂടി പാട്ട് പാടിക്കും, കവിത പാടിക്കും. കവിത പാടിപ്പിച്ചിട്ട് പെട്ടെന്ന് ഇയാൾക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയും. പെട്ടെന്ന് ഒരു പാട്ട് പാടി തന്നെ ഇയാൾക്കത് ക്യാച്ച് ചെയ്യാം. വൈകിട്ടാണ് സമയത്ത് ഇദ്ദേഹം പറയും, ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് അറിയല്ലോ പറയും. അപ്പൊ ഈ കവികളെ ആകെ അന്തം വിടും. ആ ഒരു സംഭവം. ഈ സമയത്ത് ആ നാട്ടിലെ ഒരു അസ്മായി എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. ആ കവിക്ക് ഇത് മനസ്സിലായി, ഈ രാജാവിന്റെ ഒരു ഐഡിയ എനിക്കത് മനസ്സിലായി. ഈ സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാട്ടാണ് നമ്മളിപ്പോ ഈ റീലുകൾക്ക് 200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ടാണ്. സൗത്ത് സഫീരി ബുൽബുലി അങ്ങനെ പറയുന്ന ഒരു പാട്ടാണ്. പല വാക്കുകൾ കൊണ്ടും ഇദ്ദേഹം ചെയ്തതാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുക. ഉണ്ടാക്കി. അങ്ങനെ ഈ രാജാവാകെ അന്തവിട്ട് ഇതിന് ബൈഹാട്ടാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ. 1200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാട്ടാണ് ഇപ്പൊ ട്രെൻഡായി കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കും. ഇതിന്റെ ചരിത്രം എല്ലാവർക്കും അറിയില്ല. റീലൊരു സ്റ്റാറ്റസ് ഇടാന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ.